ബ്ലെൻഡറിൽ എങ്ങനെയാണ് ഒരു ബേസിക് അനിമേഷൻ വാക്ക് സൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മളൊരു വാക്ക് സൈക്കിളിൻ്റെ കാര്യം ഇതിനു മുമ്പിൽ പല സോഫ്റ്റ്വെയർസിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു ബ്ലെൻഡറിൽ ഒരു വാക്ക് സൈക്കിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഏത് സോഫ്റ്റ്വെയറിൽ നമുക്ക് സോഫ്റ്റ്വെയർ ഡിപ്പെൻഡൻ്റ് അല്ല, ഏതിലും നമുക്ക് ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൽ, അതായത് ഇപ്പോൾ എനിക്ക് മായയിൽ വാക്ക് സൈക്കിൾ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ബ്ലെൻഡറിൽ വാക്ക് ചെയ്യാം. അപ്പം അതുപോലെ 3D മാക്സിലാണെന്നുണ്ടെങ്കിലും ഈസിയാണ്, സിനിമ 4Dയിലാണെന്നുണ്ടെങ്കിലും ഈസിയാണ്. ഇത് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ എന്താണ് സോഫ്റ്റ്വെയർ ജസ്റ്റ് പഠിച്ചെടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് അനിമേഷൻ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അനിമേറ്റർ സർവൈവൽ കിറ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഈ റെഫറൻസ് നോക്കി വേണം അനിമേഷൻ ചെയ്യാൻ, ഫസ്റ്റ് പോസും ലാസ്റ്റ് പോസും. അപ്പോൾ ഇത് ആദ്യത്തെ പോസ്, ഇത് അവസാനത്തെ പോസും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി ഇപ്പോൾ ഈ ഒരു പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പോസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്തിട്ട് അവസാനത്തെ പോസാക്കി വെക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം കോപ്പി എടുക്കുന്നു. കോപ്പി എടുത്തിട്ട് ഞാൻ 24ാമത്തെ ഫ്രെയിമിൽ വെച്ചിട്ട് ഇത് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോസിൻ്റെ അതേ കോപ്പി തന്നെയാണ് 24ാമത്തെ ഫ്രെയിമിലും. അപ്പോൾ 12ാമത്തെ ഫ്രെയിം എടുക്കുക, അതിനുശേഷം ഈ പോസ് അങ്ങോട്ട് മാറ്റിയിടുക. അപ്പോൾ ഈ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മളെപ്പോഴും പോസ് മോഡിലായിരിക്കണം. ഒബ്ജക്റ്റ് മോഡാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൺട്രോളർ ഒന്നും സെലക്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സോ എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും എന്ത് മോഡിലായിരിക്കണം, പോസ്റ്റ് മോഡിലായിരിക്കണം. അതിനുശേഷം നമ്മളെ കൺട്രോളർ ഏതാണെന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അതിനുശേഷം അടുത്ത നെക്സ്റ്റ് കാല്, ആ കാല് സെലക്ട് ചെയ്യുക, ആ കാലിനെ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. ആ ഒരു കൺട്രോളറിൽ സെലക്ട് ചെയ്യുക, ഈ കാലിനെ നമ്മൾ തിരിച്ച് ഈ ഏരിയയിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ട് വയ്ക്കുക, അലൈൻ ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പോസിൻ്റെ എന്താണ് ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേ കാലെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യുന്നു, നമ്മൾ വീണ്ടും അതിനെ റൊട്ടേറ്റ് ചെയ്ത് പക്ക പ്രോപ്പറായിട്ട് അവളുടെ ഏരിയക്കകത്ത് വെച്ചു. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു കൺട്രോളർ ഉണ്ട്. ഈ കൺട്രോളർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ തിരിച്ച് മേളിലോട്ട് എന്ത് ചെയ്യുക, ഓപ്പോസിറ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ സെലക്ട് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, ആ ഒരു ഏരിയ നമ്മൾ ടോപ്പിലോട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് താഴെയും ഇത് മേളിലും. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ തൽക്കാലത്തേക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തൽക്കാലം നമുക്ക് ഈ കാലിൻ്റെ തന്നെ നമുക്ക് ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, ഈ കൺട്രോളർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോൾ തൽക്കാലം നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിനുശേഷം ഈ കൺട്രോളർ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ സ്വല്പം താഴ്ത്തി വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ പോസിൽ ഈ ഒരു ഏരിയ കണ്ടോ, ജസ്റ്റ് ഒന്ന് താഴേക്ക് പുഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ, ആ ഒരു ഏരിയക്കകത്ത് മാത്രം നമ്മളൊന്ന് ജസ്റ്റ് പുഷ് ചെയ്യുക. അപ്പം എന്താണ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്ത് അത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയക്കകത്ത് ഈ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് കറക്റ്റായിട്ട് താഴെ ഇരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ്, രണ്ടാമത് ചെയ്തത് ഇങ്ങനെയാണ്. അപ്പോൾ രണ്ടാമത് ചെയ്ത പോസ് ഞാൻ സ്വല്പം എന്ത് ചെയ്യുക, ആ ഒരു കൺട്രോളർ, നമ്മളെ മെയിൻ കൺട്രോളർ ഏതാണ് ആ ഒരു കൺട്രോളറിൽ സെലക്ട് ചെയ്ത ശേഷം ആ കൺട്രോളർ എന്ത് ചെയ്യുക, നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം സ്വല്പം എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ ആ ഒരു മെയിൻ കൺട്രോളറിനെ സ്വല്പം നീക്കി പക്കായിട്ട് ആ ഒരു ഏരിയയിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പോസും ലാസ്റ്റ് പോസും അല്ലെങ്കിൽ സെക്കൻഡ് പോസും പക്കായിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് പോസും നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സ്പേസ് അടിച്ചാൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ബേസ് ആയിട്ടുള്ള 2 പോസസ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഇങ്ങനെ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരെ വന്നിട്ട് 3, 6, 9. അപ്പം 3ാമത്തെ പോസ്റ്റിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ സർവൈവൽ കിറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, കാല് താഴേക്ക് വരുന്നു. ഇപ്പോൾ നോക്കിയേ, ഇപ്പം നമ്മൾ ഏത് കാലാണ് താഴേക്ക് വരേണ്ടത്, അപ്പോൾ നമ്മൾ ഈ കാലാണ്, അപ്പുറത്തെ കാലാണ് നമുക്ക് താഴേക്ക് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിനെ സെലക്ട് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് അത് താഴേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ വ്യൂവിലും പോയിട്ട് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അത് കറക്റ്റായിട്ട് താഴെ തന്നെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക, ഇതിനെന്ത് ചെയ്യുക, ഇത് കറക്റ്റായിട്ട് താഴേക്ക് വെച്ച് കൊടുക്കുക. ഫുൾ കൺട്രോളും സെലക്ട് ചെയ്യുക. ഫുൾ കൺട്രോൾ നമ്മൾ എന്ത് ചെയ്യുക, പക്കായിട്ട് ആ ഒരു ഏരിയക്കകത്ത് നിന്നും താഴെ തന്നെ ഫുട്ട് രജിസ്റ്റർ ചെയ്യുക. റൊട്ടേഷൻ ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ പോസിങ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പോസ് വയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഒരു ഏരിയക്കകത്ത് തന്നെ അത് ഇരിക്കുന്ന രീതിയിലുള്ള പോസസ് നമ്മൾ എന്ത് ചെയ്യുക, വെക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട്
ആ രണ്ട് കൺട്രോളേഴ്സും വെച്ചിട്ട് അതിനെ പ്രോപ്പറായിട്ട് താഴെ ആ ഒരു ഏരിയക്കകത്ത് വയ്ക്കത്തക്ക രീതിയിൽ കറക്റ്റായിട്ട് വയ്ക്കുക. ഇത് നമ്മുടെ മെയിൻ കൺട്രോളറാണ്. രണ്ട് കൺട്രോൾ നമ്മൾ പക്കായിട്ട് യൂസ് ചെയ്യുക. നമ്മളിത് ക്ലിക്ക് ചെയ്താൽ ഇത് ഫുൾ കൺട്രോളാണ്, ഇതിൻ്റെ മൊത്തത്തിലുള്ള കൺട്രോളറും. ഇത് നമുക്ക് എന്ത് ചെയ്യുക, ബാക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതും, ഇത് നമുക്ക് ഫ്രണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കൺട്രോളേഴ്സാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, പക്കായിട്ട് അവിടെ ആ ഒരു ഏരിയക്കകത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതാ ഈ ഒരു കീ ഫ്രെയിമിന് തന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് അവിടെ നിന്ന് ഇതാ ഇങ്ങനെ കറക്റ്റായിട്ട് രജിസ്റ്റർ ആവും. അതിന് ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ അങ്ങ് കോപ്പി ചെയ്യുക, ഇവിടെ വയ്ക്കുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് അവിടെ തന്നെ ഇരുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ സ്വല്പം ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയ എല്ലാം എന്തായിരിക്കണം, പ്രോപ്പറായിട്ട് താഴെ രജിസ്റ്റർ ആയിരിക്കണം. അപ്പോൾ സെലക്ട് ചെയ്യുക, സ്വല്പം താഴേക്ക് വയ്ക്കുക. അപ്പോൾ സ്ട്രൈറ്റ് ആയിക്കോട്ടെ, അത് നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇത് സെലക്ട് ചെയ്യുന്നു, സ്വല്പം ഫ്രണ്ടിലേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നോക്കിയേ, ഒരുപാട് അത് ഏരിയയിലോട്ട് അത് പെനിട്രേറ്റ് ആവാൻ പാടില്ല, പക്ഷേ അത് കറക്റ്റ് ചെയ്തിരിക്കുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിയതാ നോക്കിയേ, ഇപ്പോൾ ആ ഒരു ഏരിയക്കകത്ത് മാത്രം അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ഏരിയക്കകത്ത് ഈ ഒരു കാല് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അതിപ്പോൾ പക്കായിട്ടുണ്ട്. ആ ഒരു സ്പേസിങ്, ഇതിൻ്റെ സ്പേസിങ് ഇത് കഴിഞ്ഞിട്ട് 12ാമത്തെ ഫ്രെയിമിൽ നമ്മൾ ലാസ്റ്റ് പോസും. ഇപ്പോൾ നോക്കിയേ, ഫൈൻ. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കാല് എടുത്ത് വയ്ക്കുമ്പോൾ, മുകളിലേക്ക് വയ്ക്കുമ്പോൾ, ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്ടോ, മുകളിലേക്ക് വയ്ക്കുമ്പോൾ ആ ഒരു പക്കായിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടി മീൻസ് ആ ഒരു ഫോളോ ത്രൂ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കാം. 3ാമത്തെ ഫ്രെയിമിൽ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, സ്വല്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അതിന് മുമ്പായിട്ട് ഈ കാലുണ്ടല്ലോ, ഈ കാല് പ്രോപ്പറായിട്ട് ഇവിടെ ഇരിക്കണം. ഇത് ആദ്യം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക, ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫുൾ കൺട്രോളർ സെലക്ട് ചെയ്യുക, പ്രോപ്പറായിട്ടത് താഴെ തന്നെ ഇരിക്കണം. താഴെ ഇരുന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചെറുതായിട്ടൊന്ന് ടോപ്പിലേക്ക് പോകുന്നത്. ഇപ്പോൾ നോക്കി അറിയാൻ പറ്റും. ഇപ്പോൾ സ്വല്പം ഇതിനെ ബാക്കിലോട്ടാക്കുക. ഓക്കെ, ആ ഒരു ആർക്ക് എനിക്ക് പ്രോപ്പറായിട്ട് വരണം. ഇപ്പോൾ നോക്കിയേ, ഇവിടെ നിന്ന് അപ്പോൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു കൺട്രോളറും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. സ്വല്പം ഒന്ന് തിരിക്കുക, ഈ ഒരു ഏരിയ സ്വല്പം ഒന്ന് മുകളിലേക്ക് ആക്കുക. സെലക്ട് ചെയ്യുന്നു, സ്വല്പം ഒന്ന് മുകളിലേക്ക് ആക്കുക. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു കൺട്രോളർ വീണ്ടും നമുക്കൊന്ന് തിരിച്ച് ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഹിപ്പ് തൽക്കാലം ഇപ്പം നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഹിപ്പ് നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇവിടെ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യുക, സ്വല്പം കൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ റൊട്ടേഷൻ നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതൊരു ഇഷ്യൂ ആയിട്ടുള്ള കാര്യമല്ല. റൊട്ടേറ്റ് ചെയ്ത് സ്വല്പം ഒന്ന് മുകളിലേക്ക് ആക്കി. ഫൈൻ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്ന ഒരു ഫീൽ ഇവിടെ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ചും കൂടെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അനിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ബേസിക് ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അനിമേഷൻ ചെയ്യാൻ പറ്റും. ഇനി ഇത് റൊട്ടേഷൻ നോക്കി സ്വല്പം കൂടെ ബേസിക്കലി ഒന്ന് ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ കൺട്രോളർ ഉണ്ടെങ്കിൽ സ്വല്പം ആ ഒരു കൺട്രോളർ ഇങ്ങനെ വെച്ചാൽ ആ ഒരു ഫീൽ ആ കൺട്രോളറിന് കിട്ടും. ഇപ്പോൾ നോക്കിയേ. ഓക്കെ, അതിനുശേഷം 6ാമത്തെ ഫ്രെയിമിൽ ഞാൻ ആ ഒരു പോസ് എടുത്തു സ്വല്പം മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക, അതായത് ഈ ഒരു ഏരിയക്കകത്ത് ബാക്കിലാണ് കാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, സ്വല്പം ബാക്കിലേക്ക് തന്നെ ആക്കുക. ഇവിടെ സെലക്ട് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, ബാക്കിലേക്ക് കൊണ്ടുവരിക. എന്നാൽ മാത്രമേ അത് പക്കായിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം വീണ്ടും ഇത് നോക്കുക, ഇവിടെ നമ്മൾ സ്വല്പം എന്താണ് ഈ ഒരു ഏരിയ സ്വല്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം സ്വല്പം ആ ഒരു ഏരിയ അങ്ങനെ ഒഴിച്ച് തന്നെ കൊടുക്കുക. ഒരു പോസ് എന്ന് പറഞ്ഞാൽ പക്ക പോസ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ നമുക്ക് ഇവിടെ പോൾ വെക്ടേഴ്സ് ഉണ്ട്. പോൾ വെക്ടേഴ്സിൻ്റെ ഏരിയക്കകത്ത് നമുക്കത് പിന്നെ ഫിക്സ് ചെയ്യാം. കാല് ഒടിഞ്ഞേട്ടം പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പോൾ വെക്ടർ പിടിച്ച് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം അതിൻ്റെ അകത്ത് വലിയ വിഷയമൊന്നും കാണുന്നില്ല. ഈ ഒരു ഏരിയ നമുക്കൊന്ന് സെലക്ട് ചെയ്തിട്ട് സ്വല്പം നീക്കി നോക്കാം. ഈ ഒരു ഏരിയ നമ്മളിപ്പോൾ സൈഡ് വ്യൂ ആവുന്നതുകൊണ്ട് നമ്മളിപ്പോൾ വലുതായിട്ട് ആ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 6th പോസിൽ ഇങ്ങനെ വന്നു. ഇനി നോക്കി 9ാമത്തെ പോസ്. 9ാമത്തെ പോസ് എങ്ങനെ ആയിരിക്കണം, അവിടെ സ്വല്പം കൂടെ ഫ്രണ്ടിലേക്ക് പോകുന്നു. ഈ ഒരു ഏരിയ നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്യുക, നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് പക്കയാണ്. പക്ഷേ എന്താണ്, രജിസ്ട്രേഷൻ പക്കയല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ പക്കാക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത കാലിൽ വർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് എടുത്തുന്നു, ഇവിടെ എത്തുമ്പോൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇതിന് ഈ ഒരു ഏരിയക്കകത്ത് ഇവിടെ സെലക്ട് ചെയ്യുക. ഈ ഒരു ഏരിയക്കകത്തുള്ള പക്ക റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഹിപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീല് പ്രോപ്പറായിട്ട് വരാത്തത്. അപ്പോൾ അത് കുഴപ്പമില്ല, തൽക്കാലം ഹിപ്പ് നമുക്ക് വർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചു. അതിനുശേഷം ഈ ഒരു ഏരിയക്കകത്ത് ഇവിടെ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും റൊട്ടേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. ഇല്ല, റൊട്ടേഷൻ ഇല്ല. അപ്പോൾ ഈ ഒരു കാലിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ കാല് നല്ലവണ്ണം താഴേക്ക് ആക്കി നോക്കുക.
അത് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. അത് നിങ്ങൾ ബോദർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോൾ നമ്മൾ ഹിപ്പ് താഴേക്ക് വരുത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്നോളും. ഇവിടെ നിന്ന് ഇതാ ഈ ഒരു ഏരിയയും കറക്റ്റ് ഈ കാല് പൊങ്ങിയിരിപ്പുണ്ട് ഈ ഒരു ഏരിയക്കകത്ത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഏരിയ മാത്രം നന്നായിട്ട് താഴ്ത്തി കൊടുക്കുക. ഓക്കെ, ഇപ്പം സ്വല്പം നോക്കിയാൽ കഴിഞ്ഞാൽ ഇപ്പം നോക്കിയേ. ഓക്കെ, അപ്പോൾ ആ ഒരു കാലിൻ്റെ ഒരു രജിസ്ട്രേഷനും പക്കായിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതോ ഓക്കെ, ഹിപ്പും കൂടെ ആക്കുമ്പോൾ നമുക്ക് എന്താണ് കുറച്ചും കൂടെ പക്കയായിട്ട് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് നോക്കിയേ, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, കാലിപ്പോൾ എന്താണ് പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് കാലിന് നമ്മൾ ഇതേ മൂവ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ സെലക്ട് ചെയ്യുക, ഈ കാലിൽ ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, എടുക്കുന്ന സമയത്ത് പോസ് തന്നെ ശ്രദ്ധിക്കുക. ഒന്ന് ബാക്കിലേക്ക് നീക്കുക കാലിനെ. ഇവിടെ സെലക്ട് ചെയ്ത് വയ്ക്കുക, കാലിനെ സെലക്ട് ചെയ്യുന്നു, സ്വല്പം ബാക്കിലേക്ക് നീക്കുക. ഓക്കെ, ഇനഫ്. അതിനുശേഷം ഇത് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് വെച്ച് കൊടുക്കുക. ഇവിടെ റൊട്ടേറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. ഫൈൻ. അപ്പോൾ എന്നിട്ട് വീണ്ടും നമ്മൾ ഈ പോസിൽ നോക്കുന്നു. ഓക്കെ, നല്ലവണ്ണം റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളത് ഒരു റെഫറൻസ് എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാൻ. അതിനുശേഷം സ്വല്പം മുകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഓക്കെ, സ്വല്പം പുറകിലോട്ട് നീക്കുക. ഓക്കെ, ഇതിപ്പോൾ ഒരു കാരണവശാൽ ഔട്ട് ഓഫ് ബാലൻസ് ഒന്നും ആവാൻ പാടില്ല, പ്രോപ്പർ ബാലൻസ് ആയിരിക്കും. ഞാനിപ്പോൾ ഹിപ്പ് ടച്ച് ചെയ്യുന്നില്ല, ഹിപ്പ് ടച്ച് ചെയ്യാത്തതുകൊണ്ട് അതൊരു ഔട്ട് ഓഫ് ബാലൻസ് ആയിട്ടുള്ളൊരു ഫീലുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ ഒരു കൺട്രോളറിൽ കാല് സ്വല്പം ഫ്രണ്ടിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹിപ്പ് നമ്മൾ തൊടുന്നതിന് മുമ്പ് തന്നെ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ഇഷ്യൂ ഉണ്ടാവത്തില്ല. ഇപ്പോൾ നോക്കിയേ, കണ്ടോ. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു ജെർക്ക് പോലെ വന്നായിരുന്നു. ഈ ഏരിയ കണ്ടോ, എന്തോ ഒരു ജെർക്ക് പോലെ ഇതാ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കാല് സ്വല്പം കൂടെ നീക്കി കഴിഞ്ഞാൽ ആ ഇഷ്യൂ സോൾവ് ആവും നമുക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിപ്പ് നമ്മൾ ചെയ്തിട്ടില്ല, അതിൻ്റെ ഇഷ്യൂ ആവാം. ഓക്കെ, അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേറെ മാർഗ്ഗമുണ്ട്, പ്രോബ്ലം ഇല്ല. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടെ എടുത്തു വന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയക്കകത്ത് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്, നമുക്ക് പിന്നെ ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇവിടെ നോക്കിയാൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത പോസാണ് 15 മുതൽ 18 വരെ ഉള്ളത്. ഇതെവിടെ നിന്ന് ഇങ്ങനെ എടുത്തു 18 വരെയുള്ളൂ. അപ്പോൾ 18 എന്താണ്, ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്ടോ, ഇത് ബാക്കിലേക്ക് പോകുന്നു. സെയിം നമ്മൾ നേരത്തെ ചെയ്ത സെയിം ഇതാണ്. സ്വല്പം റൊട്ടേറ്റ് ചെയ്യുക, സെലക്ട് ചെയ്യുക, മുകളിലേക്ക് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതിനനുസൃതമായിട്ട് ഇതും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അനിമേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, കോൺസെൻട്രേഷൻ. അനിമേഷൻ ഈസ് കോൺസെൻട്രേഷൻ എന്നാണ് പറയുന്നത്. മാക്സിമം നമ്മൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ചെയ്യുന്ന വർക്കിൽ മാത്രം. ഇവിടെ സെലക്ട് ചെയ്യുന്നു, സ്വല്പം ഒന്ന് ഫ്രണ്ടിലേക്ക് വരിക, സ്വല്പം കൂടെ ഒന്ന് ഫ്രണ്ടിലേക്ക് വന്നു, ഇതാ ഈ ഏരിയക്കകത്ത് വെച്ച് കൊടുത്തു. ഇപ്പോൾ നോക്കിയേ, ആ ഒരു ഏരിയക്കകത്ത് ബെൻഡുണ്ട്, ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്തു, ഇവിടെ നിന്ന് വെച്ചു, ഇവിടെ നിന്ന് എടുത്തു, അത് വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ഉള്ളതെന്ന് പറഞ്ഞാൽ കണ്ടോ, അതാ ഈ ഒരു ഏരിയക്കകത്തൊരു ചെറിയ പിടുത്തമുള്ളത്. മറ്റേ കാല് പക്ഷേ പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹിപ്പ് ഞാനൊന്നും ചെയ്തിട്ടുമില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ഈ ഒരു കാല് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ശരിയാക്കുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ വയ്ക്കുന്ന സമയത്ത് നമുക്കിതിനെ സ്വല്പം ഇത് ഔട്ട് ഓഫ് ബാലൻസ് ആവും. അപ്പോൾ നമുക്ക് അതിൽ ചെയ്യാൻ പാടില്ല. നമ്മൾ ഇതിനെന്ത് ചെയ്യുക, സ്വല്പം ബാക്കിലേക്ക് വലിക്കുക. ഓക്കെ, ആ ബാക്കിലേക്ക് വലിക്കുന്ന സമയത്ത് ഇത് കണ്ടോ, ഇതിൽ സ്വല്പം പിടിച്ച് ടോപ്പിലോട്ട് ആക്കി കൊടുക്കുക, വളരെ മൈന്യൂട്ടായിട്ട്. ഇതിനെ തിരിച്ച് ഈ ഒരു കൺട്രോളറിനെ ഇതിനെ മാത്രം ഇവിടെ സെലക്ട് ചെയ്യുക, സ്വല്പം മുകളിൽ. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആ ഒരു ഏരിയക്കകത്താണ് വീണ്ടും ആ ഒരു പ്രോബ്ലം കാണിക്കുന്നത്. ഡൗൺ ഈ ഒരു ഏരിയ വീണ്ടും അത് തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത്, ഈ ഏരിയ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ നോക്കിയേ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ഏതാണ്, ഏത് ഏരിയക്കകത്താണ് ഉള്ളത്, ആ ഏരിയക്കകത്തുള്ള കൺട്രോളർ സെലക്ട് ചെയ്യുക, ഫുൾ കൺട്രോളർ സെലക്ട് ചെയ്യുക. നമുക്കിതാ ഇപ്പോൾ ഇങ്ങനെ എടുത്തു, ഇവിടെ നിന്ന് ഈ ഒരു ഏരിയ. അപ്പോൾ നമുക്ക് എന്ത്, ഇതിന് സ്വല്പം ഫ്രണ്ടിലോട്ടാക്കുക. അപ്പോൾ നോക്കിയേ, ഇവിടെ നിന്ന് എടുത്തു ഈ ഏരിയക്കകത്തുനിന്ന്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, താഴേക്ക് വന്നു, ഈ ഒരു ഏരിയക്കകത്ത് അത് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്വല്പം ഇതിനെ സെലക്ട് ചെയ്യുക, സ്വല്പം ബാക്കിലേക്ക് വയ്ക്കുക. അതിനുശേഷം സ്വല്പം എന്ത് ചെയ്യുക, ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു ഏരിയക്കകത്ത് പെർഫെക്റ്റായിട്ട് വന്നിരിക്കും. സ്വല്പം ഒന്ന് താഴേക്ക് നീക്കുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയക്കകത്ത് സ്വല്പം പ്രോബ്ലം ഉണ്ട്, അതിന് നമ്മൾ സ്വല്പം ബാക്കിലേക്ക് നീക്കുക. ഇപ്പോൾ നോക്കി ആ ഒരു സ്മൂത്ത്നെസ് നമ്മൾ എന്തായാലും പ്രോപ്പറായിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് സ്ട്രെച്ച് ആയിപ്പോൾ അല്ലേ, പ്രോബ്ലം ഇല്ല. നമ്മളിത് ഈ ഒരു കൺട്രോളർ സെലക്ട് ചെയ്യുക, സ്വല്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഈ ബാക്കിലത്തെ കൺട്രോളർ സ്വല്പം ഒന്ന് മുകളിലായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ സോൾവ് ആയി. അപ്പോൾ എന്താണ്, ആ ഒരു സ്ട്രെച്ച് നമുക്ക് ഇവിടെ പ്രോപ്പറായിട്ട് കിട്ടും. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ,
ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഹിപ്പാണ്. സോ ഇവിടെ സെലക്ട് ചെയ്യുക, ഹിപ്പിലെ കൺട്രോളർ സെലക്ട് ചെയ്യുക. നമുക്ക് ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യാൻ പാടില്ല, കാരണം ഇതൊരു സൈക്കിളാണ്. അപ്പോൾ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ മാത്രമേ ഇതിൽ വർക്ക് ചെയ്യത്തുള്ളൂ. സോ ഇവിടെ ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവയ്ക്കുക. ഫസ്റ്റ് ഫ്രെയിമിൽ നമുക്കിതിൻ്റെ അകത്ത് കീസ് ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഫ്രെയിമിൽ സ്വല്പം താഴ്ത്തുക. ഓക്കെ, ഫസ്റ്റ് ഫ്രെയിമിൽ എന്ത് ചെയ്യുക, നോർമൽ പൊസിഷനിലിരിക്കുക. ഫസ്റ്റും ലാസ്റ്റും ഒന്നായിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, കോപ്പി, 24ാമത്തെ ഫ്രെയിമിൽ വരിക, പേസ്റ്റ്. ഓക്കെ, ഇനി ഡൗൺ അപ്പ്, ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ മാക്സിമം അപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ അപ്പ് ചെയ്ത് കൊടുക്കുക. ബാക്കിയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഡൗൺ അപ്പ്, ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ ഒരു മിഡാണ്. അപ്പോൾ സ്വല്പം ഒന്ന് വളരെ മൈന്യൂട്ടായിട്ട് സ്വല്പം ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കുക, അപ്പ് ഡൗൺ. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ സാധാരണ പോസാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 0യെ കോപ്പി ചെയ്യുക. അതിനുശേഷം ഇതേതാണ് 12, അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോർമലി രണ്ടും സെയിം പോസ് ആവും. അപ്പോൾ ഒരു സ്വല്പം താഴ്ത്തണമെന്നുണ്ടെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ട് താഴ്ത്തിയാലും പ്രോബ്ലം ഒന്നുമില്ല. വളരെ മൈന്യൂട്ടായിട്ട്. ഓക്കെ, ഫസ്റ്റ് പോസും ലാസ്റ്റ് പോസും പക്ഷേ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. സോ കോപ്പി, ഇവിടെയും പേസ്റ്റ് ചെയ്യുക. ഒരുപാട് നമുക്ക് സ്ട്രെച്ചിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇവിടെ നമ്മൾ 9, 12ഉം ഇത് എപ്പോഴും എന്തായിരിക്കണം, സെയിം പോസ് ആയിരിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു. 12ഉം അതായത് 0യും സെയിം പോസ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ വന്നു 12ഉം 0യും സെയിം പോസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നാമത്തേത് എന്നുള്ളത് പ്രോപ്പർ ആയിരിക്കണം. അത് ഇവിടെ ഇപ്പോൾ കണ്ടോ 11 കീ ഫ്രെയിം ഉണ്ട്, അത് വേണ്ട, അത് ഡിലീറ്റ് ചെയ്യുക. പകരം നമ്മൾ 12-ലേതും 0യും അത് രണ്ടും സെയിം പോസ് തന്നെ ആയിരിക്കണം. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിനെ സെലക്ട് ചെയ്ത് അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഒന്നും കൂടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി, ദെൻ 12 വരുന്നു, ഇവിടെ സെലക്ട് ചെയ്യുന്നു, 12 പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സെയിം പോസ് ആവും. അതുപോലെ തന്നെ 3 എന്നുള്ളതിനെ കോപ്പി ചെയ്യുക, കോപ്പി 15 കൊടുക്കുക, പേസ്റ്റ്. ഓക്കെ, അടുത്ത എത്രയാണ്, 6നെ കോപ്പി ചെയ്യുക, 18 കൊടുക്കുക, പേസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ 9നെ കോപ്പി ചെയ്യുക, 21 കൊടുക്കുക, പേസ്റ്റ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വോക്ക് സൈക്കിൾ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. നമുക്കിനി സ്മൂത്തൊക്കെ ഒരുപാട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഏരിയക്കകത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഒരു ഏരിയക്കകത്ത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ കാലെടുത്തിട്ട് ഇവിടെ രജിസ്റ്ററായി. അപ്പോൾ ഈ ഏരിയക്കകത്ത് ഇവിടെ സ്വല്പം പൊങ്ങിയിരിപ്പുണ്ട് ഈ ഏരിയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഏരിയ സ്വല്പം ഒന്ന് താഴ്ത്തുക. അവിടെ വെച്ചിട്ടത് ജസ്റ്റ് പൊങ്ങേണ്ട ആവശ്യമില്ല. ആ രജിസ്ട്രേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് പിടിക്കണം. ഓക്കെ, ഈ ഏരിയയിലായിരുന്നു വലിയ പ്രോബ്ലം ഇല്ല. കണ്ടോ, ഈ ഏരിയക്കകത്ത് വലിയ പ്രശ്നമില്ല. 20ാമത്തേൽ അത് കഴിഞ്ഞ് വന്നാൽ മതി. 20ൽ സ്വല്പം കുറച്ചാലും കുഴപ്പമില്ല. 20ൻ്റെ അവിടെ അത് വരണമെന്നില്ല. വളരെ മൈന്യൂട്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇങ്ങനെ. അപ്പോൾ ഈ ഏരിയക്കകത്ത് നമ്മുടെ ഈ കൺട്രോളർ സെലക്ട് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് സ്വല്പം ഒന്ന് ഫ്രണ്ടിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു അകലം, ഒരു സ്പേസിങ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഒബ്വിയസ്ലി ഇതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇത് നമുക്ക് വേണ്ട, ആവശ്യമില്ല. നമ്മൾ ഇൻ ബിറ്റ്വീൻ ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സ്വല്പം ഫ്രണ്ടിലേക്ക് വയ്ക്കുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്പേസിങ് എന്തായിരിക്കും, പ്രോപ്പറായിട്ട് സ്പേസിങ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഏരിയക്കകത്ത് നമ്മൾ ഡിസ്റ്റൻസ് കൊടുത്തുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയക്കകത്ത് എന്ത് ചെയ്യുക, പക്കാ ഡിസ്റ്റൻസ് തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ രണ്ട് രീതിയിലായിരിക്കും കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. ഉണ്ടോ, ആ ഒരു ഫീൽ നമുക്ക് പക്കായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ഇനി എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ റൊട്ടേഷൻ. ഈ ആക്സസിൻ്റെ റൊട്ടേഷനിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ഈ റൊട്ടേഷൻ നമ്മൾ എന്ത് ചെയ്യുക, സ്വല്പം കൂടെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലോണം റൊട്ടേറ്റ് ചെയ്യട്ടെ. അപ്പോൾ നല്ലതായിട്ട് ഫോളോ ത്രൂ കിട്ടും. ഈ ഒരു ഏരിയക്കകത്ത് അതുപോലെ തന്നെ സ്വല്പം ട്രാൻസ്ലേറ്റ് ചെയ്ത് ടോപ്പിലോട്ടാക്കണമെങ്കിൽ ടോപ്പിലോട്ടാക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ. അപ്പോൾ ഈ ഒരു കൺട്രോളറിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെ നമുക്കങ്ങ് റിമൂവ് ചെയ്തേക്കാം. അല്ലെങ്കിൽ അതിനെ ഡ്രാഗ് ചെയ്ത് അടുത്തയിലോട്ട് ഇടുക. വേണ്ട, നമുക്ക് അതിനെ റിമൂവ് ചെയ്യാം. അത് ഇനഫാണ്. ഒരു ഇത് മാത്രം മതിയാവും. അനാവശ്യമായിട്ടുള്ള കീ ഫ്രെയിംസ് ഇടാതിരിക്കുക. കാരണം ഇത് 3D ആണ്. 2D പോലെ ഓരോന്നിലും നമ്മൾ എന്ത് ചെയ്യുക, കീ ഫ്രെയിംസ് ഇടേണ്ട ആവശ്യം നമുക്കില്ല. ഈ ഒരു ഏരിയക്കകത്തും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയക്കകത്തും ഇത് കറക്റ്റ് സ്പേസിങ് ആവുന്നുണ്ട്. അപ്പ്
ഡൗൺ. ഈ ഒരു ഏരിയക്കകത്ത് നമ്മൾ സ്വല്പം ഹിപ്പിനെ സ്വല്പം താഴ്ത്തുക. ഓക്കെ, ആദ്യം അവസാനം മാത്രം ഓക്കെ ആയിരുന്നാൽ മതി, പ്രോബ്ലം ഇല്ല. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, സ്വല്പം താഴ്ത്തുക. ഓക്കെ, ഹിപ്പ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം അവസാനം ഫ്രെയിം എന്താണ് പ്രോപ്പറാണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, ഈ ഒരു വെയിറ്റ് നമുക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാം ഈ ഒരു ഏരിയക്കകത്ത്. ഡൗൺ അപ്പ് ഡൗൺ അപ്പ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ തിരിച്ചു വയ്ക്കുക ക്യാരക്ടറിനെ. ഫസ്റ്റ് ഫ്രെയിമിൽ വന്നു, ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ആംഗിൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ സൈഡ് വ്യൂവിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ആവുന്ന സമയത്ത് നമുക്ക് ഇതിനെ സ്വല്പം ഒന്ന് ഡൗൺ ആക്കാം, അപ്പോഴേ ഒരു ഫീല് വരത്തുള്ളൂ. 3ൽ സ്വല്പം താഴേക്ക് വരിക, അപ്പോൾ ഒരു വെയിറ്റ് ഷിഫ്റ്റ് കിട്ടും. ഡൗൺ ഡൗൺ അപ്പ്. മാക്സിമം അപ്പ് ചെയ്യുന്ന സമയത്ത് മാക്സിമം അപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വേണ്ട, ഒരുപാട് വൃത്തിയിടായി പോകും. ഡൗൺ അപ്പ്. അപ്പ് മീൻസ് അപ്പ്, നല്ലോണം അപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ, വീണ്ടും ഡൗൺ ആവുന്ന സമയത്ത് നല്ലോണം ഡൗൺ ചെയ്ത് കൊടുക്കുക. അപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടറിൻ്റെ ആറ്റിറ്റ്യൂഡ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മാക്സിമം അപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുക. ഇതിടക്ക് നമ്മൾ പരീക്ഷിക്കുക, എന്നാലേ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഫീൽ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോസും അവസാനത്തെ പോസും പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അടി വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് ചെയ്യുക, ആദ്യത്തെ പോസ് നമ്മൾ എപ്പോഴും കോപ്പി ചെയ്തിട്ട് അവസാനത്തെ പോസിലോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുക, കോപ്പി, ദെൻ പേസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, പക്കായിട്ട് നമുക്ക് ജെർക്ക് വരാനുള്ള ചാൻസസ് നമുക്ക് കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പോസും ലാസ്റ്റ് പോസും കോപ്പി ചെയ്തിട്ട് കൊടുക്കുക എല്ലാത്തിലും. ഇവിടെ ഫസ്റ്റിൽ കോപ്പി, കീ ഫ്രെയിംസ് പ്രോപ്പറായിട്ട് കോപ്പി ചെയ്യുക. അതിവിടെ ഏതാണ് നമ്മൾ കൺട്രോളർ യൂസ് ചെയ്ത് ആ കൺട്രോളർ പക്കായിട്ട് കോപ്പി ചെയ്യുക. കോപ്പി, ഇവിടെ എത്തുമ്പോൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഡൗൺ അപ്പ്. കണ്ടോ, ഇതിപ്പോൾ ഡൗൺ എന്നുള്ളത് ഇതിപ്പോൾ അപ്പായിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ സ്വല്പം ഡൗൺ ആക്കി കൊടുക്കുക, വളരെ മൈന്യൂട്ടായിട്ട് ഡൗൺ ആക്കി കൊടുക്കുക. ഇതിപ്പോൾ അപ്പ് ദെൻ ഡൗൺ. ഡൗൺ വേണ്ട, ഇതിപ്പോൾ നമുക്ക് ഒരു ഡൗൺ ആവേണ്ട ആവശ്യമില്ല. ഇത് നോർമൽ പോസിലിരുന്നാൽ മതി. ഫസ്റ്റ് പോസും അത് തന്നെയാണ്, നോർമലായിട്ടുള്ള പോസിലിരുന്നാൽ മതിയാവും. ഇനി ഇത് പ്ലേ ചെയ്ത് നോക്കാം. അപ്പ് ഡൗൺ അപ്പ് ഡൗൺ. അപ്പോൾ നമ്മൾ കാല് എടുക്കുന്ന സമയത്തും ഞാൻ പറയുന്നുണ്ട്, കാലെടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം നമുക്ക് പോസസ് അപ്പ് ആൻഡ് ഡൗണും പ്രോപ്പറാക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അത് ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ഈ ഒരു ഏരിയക്കകത്ത് നമ്മളിത് യൂസ് ചെയ്യാം. സ്വല്പം കൂടെ അങ്ങനെ യൂസ് ചെയ്യാം. ഇതാ ഇപ്പം നോക്കിയാൽ ഇതൊരു സൈക്കിൾ പോലെ വർക്ക് ചെയ്യണം. ഈ ഒരു ഏരിയ സ്വല്പം കൂടെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വല്പം കൂടെ ഫ്രണ്ടിലോട്ടാക്കിയാലും പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പോൾ നോക്കിയാൽ യെസ്, ഒരു സൈക്കിൾ പോലെയാണ്. ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കുക. ഇവിടെ നമുക്ക് നോക്കിയപ്പോൾ സ്വല്പം ഔട്ട് ഓഫ് ബാലൻസും ആവാൻ പാടില്ല, പക്ഷേ പ്രോപ്പറായിട്ട് വർക്കും ചെയ്യണം. ഈ ഒരു ഏരിയ നമുക്ക് സ്വല്പം കൂടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നാലും ഒരു പ്രോബ്ലവും ഇല്ല. ഓക്കെ, അപ്പോൾ അടുത്ത കാലിൽ നമുക്ക് സെയിം ആണ്. ഈ കാല് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബെൻഡ് ചെയ്ത് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ കാലിനെ നമുക്ക് സ്വല്പം ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക, സ്വല്പം താഴേക്ക് കൊണ്ടുവരിക. പക്ഷേ ഔട്ട് ഓഫ് ബാലൻസ് ആവരുത്, അത് ഈ കാലിൽ വർക്ക് ചെയ്യുക. അവിടെ ഇത് ഒറ്റയടിക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ഡിസ്റ്റൻസ് പ്രോപ്പറായിട്ട് നമ്മൾ കവർ ചെയ്ത് വെച്ച് കൊടുക്കുക, ഫ്രണ്ടിലോട്ട് വെച്ചിട്ട്. ഓക്കെ, ഇതിനെ നമ്മൾ സ്വല്പം കൂടെ ബാക്കിലേക്ക് കൊണ്ടുവരിക. ഫൈൻ. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് നോക്കിയേ. ഓക്കെ, ഇപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വാക്ക് സൈക്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സോഫ്റ്റ്വെയർ ഡിപ്പെൻഡൻ്റ് അല്ല. നമുക്ക് എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ അതിന് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഏത് സോഫ്റ്റ്വെയറിലായിരുന്നാലും നമുക്ക് ഈസി ആയിട്ട് അതിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഏത് സോഫ്റ്റ്വെയർ ആയിരുന്നാലും അതൊരു ഇഷ്യൂ ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് വാക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓവർ ആവാൻ പാടില്ല, ഒരു മൊമെൻറ്റ് നമ്മൾ ഓവർ ആവാൻ പാടില്ല. എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ബേസിക്
ആ ഒരു സ്ട്രക്ചറിൽ തന്നെ കൊണ്ടുവരിക. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബേസ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ അത് ഈ ഒരു ഏരിയക്കകത്ത് നോക്കിയാൽ ഇവിടുന്ന് ഒറ്റ സ്ട്രെച്ചിന് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു. ഈ ഒരു ഡിസ്റ്റൻസും കൂടെ നമുക്ക് സ്വല്പം ഒന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ വെക്കുന്ന ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടും. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ.